അതേസമയം അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ആക്രമണം. കോൺഗ്രസിന്റെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. ദൃശ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടു. ലഖിംപൂരിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ നേതൃത്വം പോലീസിൽ പരാതി നൽകി. ആക്രമണത്തിന് പിന്നിൽ യുവമോർച്ച പ്രവർത്തകരെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര ബിജെപിയെ ഭയപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കനും പറഞ്ഞു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ വിഷയത്തിൽ അജയ് മാക്കൻ ചില വിമർശനങ്ങളുമായി വരുന്നു. ഇതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അസം സർക്കാരിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. കൃഷിന ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ അസമിലെ ലഖിംപൂരിൽ എത്തിയ ഘട്ടത്തിലാണ് യാത്രയിലെ പങ്കെടുക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. ഈ ഫ്ലക്സ് ബോർഡുകളും ഒപ്പം തന്നെ കട്ടൗട്ടുകളുമായി പോകുന്ന വാഹനങ്ങളുടെ ചില്ലുകൾ അക്രമികൾ അടിച്ച് തകർത്തു. കല്ലേറും വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായി. ഇതുകൂടാതെ ഈ യാത്ര കടന്നു പോകുന്ന വഴികളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അജയ് മാക്കനും വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വിശദീകരിച്ചു. കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ യാത്രയ്ക്ക് ഗുവാഹത്തി നഗരത്തിലൂടെ പ്രവേശനം അനുവദിക്കില്ല എന്ന പരാമർശത്തിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ യാത്ര നടത്തിയ അതേ റൂട്ടിലൂടെയാണ് കോൺഗ്രസും യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും ഭയപ്പെടുത്തിയാൽ തങ്ങൾ പിന്മാറില്ല, യാത്രയുമായി മുന്നോട്ടു പോകും എന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.